ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. ഈ ഡിവൈസിലൂടെ നമ്മളിങ്ങനെ പരസ്പരം സംവദിച്ചു കൊണ്ടിരിക്കുകയാണ്. മറ്റു കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് പ്രഭാത സത്സംഗം കേൾക്കാനായിട്ട് ഇവിടെ വന്നിരിക്കുമ്പോൾ ചിലർ കമ്പ്യൂട്ടറിന് മുമ്പിൽ, ചിലർ മൊബൈലിന്റെ മുന്നിൽ ഒക്കെ എങ്ങനെ ഇരിക്കുന്നു. മറ്റു കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ സമയത്ത് ആരെങ്കിലും നമ്മുടെ മുന്നിൽ വന്നാൽ പോലും നമ്മൾ അവരെ ശ്രദ്ധിക്കില്ല. നമ്മൾ അതിലേക്ക്, ഈ ഡിവൈസിലേക്ക് നോക്കിയിരിക്കും. അത് ആധുനിക കാലത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഇത് നമ്മുടെ മാനുഷിക ബന്ധങ്ങളെയൊക്കെ ബാധിക്കുന്നുണ്ട്. ഈ ഡിവൈസിൽ നോക്കിയിരിക്കുക എന്ന് പറയുന്നത്, ഡിവൈസ് ഒരു വ്യക്തിയായിട്ട് നമ്മളിങ്ങനെ കരുതുന്നത് കൊണ്ട് തന്നെ മാനുഷിക ബന്ധങ്ങളെ ബാധിക്കുന്നുണ്ട്. അപ്പൊ ആ വിഷയത്തെക്കുറിച്ച് ഉള്ള ഒരു ചിന്തയാണ് ഇന്ന് നമ്മൾ കൊണ്ട് മുൻപോട്ട് വയ്ക്കുന്നത്. അത് ഇതാണ്: ഫോൺ ഡിസേർവ്സ് ദ ലീസ്റ്റ് പ്രയോറിറ്റി വെൻ വിത്ത് കമ്പനി. ദൂരഭാഷി തൃതീയ പുരുഷൻ പോലുമല്ല. ഇതാണ് ഇന്നത്തെ വിഷയം. ദൂരഭാഷി തൃതീയ പുരുഷൻ പോലുമല്ല. ഈ തൃതീയ പുരുഷൻ എന്ന് പറഞ്ഞത് മനസ്സിലായോ? തൃതീയ, പ്രഥമ പുരുഷൻ, ദ്വിതീയ പുരുഷൻ, ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ, ഞാൻ സംസാരിക്കുന്നു, അപ്പൊ ഞാനാണ് ഫസ്റ്റ് പേഴ്സൺ, കേട്ടുകൊണ്ടിരിക്കുന്നു, ഞാൻ നിങ്ങളുടെ മുഖത്ത് നോക്കി കേൾക്കുകയാണ്, അപ്പോൾ നിങ്ങളാണ് സെക്കൻഡ് പേഴ്സൺ. ഞാൻ മറ്റൊരാളെ കുറിച്ച് പറയുകയാണ്, അതാണ് തേർഡ് പേഴ്സൺ. ആ മറ്റൊരാൾ എന്ന് പറയുന്ന ആൾ, അയാൾ നാളെ ഒരുപക്ഷെ സെക്കൻഡ് പേഴ്സണായി മാറിയേക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഈ സദസ്സിൽ വന്ന് ചേർന്നേക്കാം. അങ്ങനെയുള്ള ഒരാൾ, അയാൾ നമ്മളോട് സംവദിക്കുമ്പോൾ അയാൾ ഫസ്റ്റ് പേഴ്സൺ ആയിട്ട് മാറുന്നൊരവസ്ഥയുണ്ട്. അപ്പോ ആ തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് സെക്കൻഡും കഴിഞ്ഞുള്ള ഒരു പ്രിഫറൻസ് കൊടുക്കേണ്ടുന്ന ഒരാളാണ്. അങ്ങനെ തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത്. ഇതിലെ രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു കൺവെർസേഷനിലായിരിക്കും, നമ്മളൊരാളോട് സംവദിച്ചു കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഇന്ററാക്ഷനിലായിരിക്കും, നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇന്ററാക്ഷനിലായിരിക്കുന്നു, ഏതെങ്കിലും പ്രവർത്തനത്തിലായിരിക്കുന്നു. ആ സമയത്ത് ഒരു ഫോൺ വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു സംസ്കാരം, ചെയ്തു പോകുന്ന ഒരു ബിഹേവിയർ പാറ്റേൺ, അത് കുട്ടികൾ അനുകരിക്കുന്നുണ്ട്. അതാണ് ഇതിലെ ഏറ്റവും രസകരമായിട്ടുള്ളത്. കുട്ടികൾ അനുകരിക്കുന്ന ആ ഒരു പാറ്റേൺ എന്താ വെച്ചാൽ, ഉടനെ തന്നെ ഫോൺ എടുത്തിട്ട് ഹലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ശൂന്യതയിലേക്ക് നോക്കി ശൂന്യതയിലേക്ക് നടക്കും. നമ്മളെ മുന്നിലിരിക്കുന്ന വ്യക്തി, മുന്നിലിരിക്കുന്ന കർമ്മം, മുന്നിലിരിക്കുന്ന ധർമ്മം, മുന്നിലിരിക്കുന്ന ദൗത്യം, ഇതെല്ലാം അവിടെ ഇട്ടിട്ട് എന്തിന് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കും, വളരെ വേഗത്തിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫോൺ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഫോൺ എടുത്ത് ചെവി വയ്ക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഇപ്പൊ പിന്നെ അത്യന്താധുനിക വണ്ടികളിൽ അതിന് കാറിൽ തന്നെ സംവിധാനങ്ങളുണ്ട്. എങ്കിലും ബൈക്കൊക്കെ ഓടിച്ചു പോകുന്ന സമയത്ത് നമ്മൾ ഇതെടുത്ത് ചെവി വയ്ക്കും. വളരെ രസകരമായിട്ടുള്ള കൺവെർസേഷൻസ് നടക്കുന്ന സമയത്ത്, വളരെ സ്മൂത്ത് ആയിട്ടുള്ള കൺവെർസേഷൻസ് നടക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ കാണാറുള്ള ഒരു കാര്യമാണ്, ഈ ഫോൺ വന്ന് ആ റിങ് അടിക്കുന്ന നിമിഷം ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയെ, ആ വെന്യുവിനെ, സംസാരിക്കുന്ന വിഷയത്തെ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ, താൻ അവിടെ പാലിക്കേണ്ടുന്ന മിനിമം ഡീസൻസിയെ എല്ലാം മറന്നുകൊണ്ട് ഈ ഫസ്റ്റ് പേഴ്സൺ എന്നുള്ളത് നേരെ തേർഡ് പേഴ്സൺ പോലും അല്ലാത്ത ആ ഫോണിനോട് റെസ്പോണ്ട് ചെയ്യുന്നു. ആ സമയത്ത് ഈ വ്യക്തി നേരെ നേരെ മുമ്പിൽ വന്ന് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സമ്മതിച്ചു എന്ന് വരില്ല. പക്ഷെ ഫോണിൽ കൂടെ വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ സംബന്ധിക്കും, പ്രതികരിക്കും. ഈ ഫോണിൽ കൂടെ വിളിച്ചില്ലെങ്കിൽ എന്തോ കുഴപ്പമുണ്ടാകുന്നുള്ള, ഫോണിൽ കൂടെയുള്ള വിളി സ്വീകരിച്ചില്ലെങ്കിൽ എന്തോ കുഴപ്പമുണ്ടാകുന്ന രീതിയിലാണ് പലപ്പോഴും സംവദിക്കുക, പലപ്പോഴും ബിഹേവ് ചെയ്യുക. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ എങ്ങനെയാണ് പെരുമാറേണ്ടത്? ഒരു ഫോൺ എന്നുള്ള സംഭവം യഥാർത്ഥത്തിൽ എന്താണ്? ഈ ദൂരഭാഷി എന്ന് പറയുന്ന, ടെലിഫോൺ എന്ന് പറയുന്നത് എന്താണ്? ദൂരെ നിന്നും അകത്തേക്ക് അല്ലെങ്കിൽ അടുത്തേക്ക് ശബ്ദത്തെ കൊണ്ടുവരുന്ന, ദൂരെയുള്ള ഒരാളുമായിട്ട് സംവദിക്കാൻ, ഭാഷണം ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ് ദൂരഭാഷി അല്ലെങ്കിൽ ടെലിഫോൺ എന്ന് പറയുന്നത്. അതിപ്പോ ആധുനിക കാലത്ത് ചലിക്കുന്ന ടെലിഫോൺ, ചലിക്കുന്ന ദൂരഭാഷി, മൊബൈൽ ടെലിഫോൺ, മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. ആകട്ടെ, അത് ഒരു വ്യക്തിയാണ്? അല്ല, അതൊരു യന്ത്രമാണ്. ആ യന്ത്രത്തിന്റെ തലപ്പത്ത് മറ്റൊരാളുണ്ട്. സത്യത്തിൽ അവിടെ അതിനെ പ്രവർത്തിപ്പിക്കാൻ ഒരാളുണ്ട്. ഇപ്പൊ അതുപോലും ആവശ്യമില്ല, നമ്മളെ കോൾ ചെയ്യാൻ ഒരു വ്യക്തി പോലും ആവശ്യമില്ല. ആ യന്ത്രം തന്നെ അതിനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ സമയത്തിന് വിളിക്കുകയൊക്കെ ചെയ്തോളൂ.
അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ആധുനിക കാലത്തുണ്ട്. എങ്കിലും ഈ ഈ യന്ത്രം എന്ന് പറയുന്നത് നമ്മളെ വിളിക്കുമ്പോൾ നമ്മുടെ യന്ത്രത്തിലൂടെ, നമ്മുടെ കയ്യിലുള്ള യന്ത്രത്തിലൂടെ നമ്മൾ അതിന്റെ വിളി കേൾക്കുന്ന സമയത്ത് പ്രതികരിക്കേണ്ടത് ആവശ്യമാണെന്നുള്ളത് ഞാൻ നിഷേധിക്കില്ല. പക്ഷേ നമ്മുടെ മുന്നിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തെ മാറ്റിവെച്ച് കൊണ്ടാണോ ആ യന്ത്രത്തോട് പ്രതികരിക്കേണ്ടത്? ഒരിക്കലുമല്ല. നമ്മൾ ആരുമായിട്ടാണോ സംവദിച്ചുകൊണ്ടിരിക്കുന്നത്, ആ സംവാദം കംപ്ലീറ്റ് ചെയ്യണം. നമ്മൾ ആരുമായിട്ടാണോ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്, നമ്മൾ എന്ത് കർമ്മത്തിലാണോ ഏറ്റിരിക്കുന്നത്, അതിലേക്ക് ഇടപെടണം. അതല്ല, അതിന് നമുക്ക് നിർത്തിവെക്കാവുന്ന ഒരു അവസ്ഥയാണെന്നിരിക്കട്ടെ, നമ്മൾ ആ പ്രവർത്തനം നിർത്തിവെക്കാം, അയാളുമായിട്ടുള്ള സംഭാഷണം നമുക്ക് വേണമെങ്കിൽ നിർത്തിവെക്കാം. ഇങ്ങനൊരു അവസ്ഥയിലാണെങ്കിൽ ആര് വിളിച്ചു എന്നൊരു നോട്ടം മൊബൈലിലേക്ക് നോക്കി ഉറപ്പുവരുത്താം, ആരാണ് വിളിക്കുന്നത് എന്നുള്ള ഉറപ്പുവരുത്താം. എങ്ങനെയാണെങ്കിൽ മറ്റു ഉത്തരവാദിത്തങ്ങൾ, ഇപ്പോൾ ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് നോക്കാം. അങ്ങനെ നോക്കിക്കഴിഞ്ഞിട്ട് അത് അത്യാവശ്യമാണെങ്കിൽ ഈ മുന്നിലിരിക്കുന്ന വ്യക്തിയോട്, അതൊരു വ്യക്തി മുന്നിലിരിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ സംവദിക്കുന്ന ഒരു വ്യക്തി മുന്നിലിരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തോട് പറയാം, ഞാൻ ഈ കോൾ ഒന്ന് എടുത്തോട്ടെ, അത്യാവശ്യമാണെന്ന് തോന്നുന്നു, ഞാനൊന്ന് എടുത്തോട്ടെ എന്നുള്ളത് പറയാം. പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് അതൊന്ന് എടുത്ത്, ഞാനൊരു സംഭാഷണത്തിലാണ്, ഞാൻ ഇത് കഴിഞ്ഞ് അങ്ങോട്ട് വിളിച്ചോളാം എന്ന് പറഞ്ഞ് അതവിടെ വെക്കുക. അത്യാവശ്യം വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് പറയും എന്ന് പറഞ്ഞിട്ട് അതവിടെ വെക്കുക. വീണ്ടും നമ്മൾ സംവാദത്തിലേക്ക്, നമ്മുടെ ധർമ്മത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. കാരണം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മം, നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ധർമ്മം ഇത് തന്നെയാണ് മുഖ്യം. നമ്മൾ ഫസ്റ്റ് പേഴ്സൺ ആകുമ്പോൾ നമ്മുടെ മുന്നിലിരിക്കുന്ന വ്യക്തി സെക്കൻഡ് പേഴ്സൺ ആണ്. അതിനിടയിൽ ഒരു തേർഡ് പേഴ്സൺ നമ്മളെ വിളിക്കുകയാണെങ്കിൽ തേർഡ് പേഴ്സണോട് റെസ്പോണ്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ സെക്കൻഡ് പേഴ്സണോട് നമ്മൾ എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ട്, ക്ഷമാപണം നടത്തിക്കൊണ്ട്, താങ്കളുടെ വിലപ്പെട്ട സമയത്തിൽ നിന്ന് ഞാൻ ഒരു നിമിഷം മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മൂന്നാമത്തെ വ്യക്തിയോട് നമുക്ക് ഒരു എക്സ്ക്യൂസ് പറയാനുള്ള സമയം എടുക്കുന്നത്. അങ്ങനെ എടുക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ആധുനിക കാലമായതുകൊണ്ടും അത്യാവശ്യത്തിനൊക്കെ ആളുകൾ വിളിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഒരു സംസ്കാരമായി മാറിയിട്ടുള്ളത് കൊണ്ടും നമുക്ക് വേണമെങ്കിൽ അതൊന്ന് എടുത്തു നോക്കാം. എന്നിട്ട് നമ്മൾ അവിടെ കാര്യങ്ങൾ പറഞ്ഞിട്ട്, അതായത് ഞാൻ ഇവിടെ ഒരാളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, ഈ സംസാരം കഴിഞ്ഞ ശേഷം ഞാൻ അങ്ങോട്ട് വിളിച്ചു കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുക. അതിനുശേഷം സംസാരിക്കുക. ആ സംസാരിക്കുന്ന സമയത്ത് ആ ഫോണിലുള്ള വിഷയങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ നിൽക്കേണ്ട കാര്യമില്ല. നമുക്ക് നേരിട്ട് നമ്മുടെ സംഭാഷണത്തിലേക്ക് പോകാം. ഇങ്ങനെയാണ് തുടരേണ്ടത്. അതിനുശേഷം നമ്മൾ ഈ കൺവെർസേഷൻ കഴിഞ്ഞ് നമ്മൾ ഒഴിവ് സമയം ആകുമ്പോൾ നമുക്ക് ഈ ദൂരഭാഷയിലൂടെ നമ്മളെ സംബന്ധിച്ച ആളുമായി സംവാദത്തിലാകാം. ഇതാണ് അതിന്റെ ശരിയായ രീതി. ഇനി മറ്റൊരു ഒരു വിഷയം കൂടെ ചേർത്ത് പറയേണ്ടതുണ്ട്. പലപ്പോഴും വാഹനത്തിൽ ഒരുമിച്ച് യാത്ര ചെയ്യുന്ന സമയത്ത്, വാഹനത്തിൽ ഒരുമിച്ച് യാത്ര ചെയ്യുന്ന ബസ്സാകാം, കാറാകാം, ബൈക്കാകാം, അല്ലെങ്കിൽ ബോട്ടോ വിമാനോ പോലുള്ള കാര്യങ്ങളാവാം. ഇതിൽ ഒരുമിച്ചിരുന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് പരിചയമില്ലാത്ത രണ്ട് യാത്രക്കാർ ഒരുമിച്ചിരുന്ന് യാത്ര ചെയ്യുമ്പോൾ ഒരാൾക്കൊരു കാൾ വരുന്നു. അയാൾക്ക് അവിടെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാതിരിക്കുക, യാത്രയുടെ ആണല്ലോ, മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കുകയാണ്. ഉടനെ ഇയാൾ ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചിട്ട് സംസാരിച്ചു തുടങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ ചെവിയുടെ അടുത്ത് ഈ ഫോൺ വെച്ച് സംസാരിക്കുമ്പോൾ അതിന്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന മറ്റേയാൾ അവിടെ ഉണ്ടെന്നുള്ള വസ്തുത ഇയാൾ അറിയാതെയാണ് സംസാരിക്കുന്നത്. ഇനി റേഡിയേഷൻ ഒഴിവാക്കാത്ത ഒരു സാധാരണ വയർ ഫോൺ ആണെങ്കിൽ പോലും തൊട്ടടുത്തൊരാളിരിക്കുമ്പോൾ സംസാരിക്കുന്നതിൽ മയം വേണം, നീളം കുറയ്ക്കണം. കാരണം മറ്റൊരാൾ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഈ ഒരു അകലത്തിൽ ഇരുന്നിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ കേട്ടുകൊണ്ടിരിക്കുന്ന അയാളെ അലോസരപ്പെടുത്താനുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കരുത്. അത് ഉണ്ടാക്കാതെ നമ്മൾ ഇരുന്ന് സംസാരിക്കണം. സംസാരിച്ചിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കണം. ഞാൻ യാത്രയിലാണ്, എൻ്റെ ചുറ്റും ആളുകളുണ്ട്, ഞാൻ ഒരു ആൾക്കൂട്ടത്തിലാണ്, ഞാൻ ഇത് കഴിഞ്ഞിട്ട് വിളിക്കാം എന്ന് പറഞ്ഞ് അവിടെ വെക്കുക. ഫോൺ എടുക്കണ്ടെന്നല്ല പറയുന്നത്, ഫോൺ എടുത്തോളൂ, സംസാരിച്ചോളൂ, കാര്യം പറയുക, വെക്കുക. ഇതിന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ സാധാരണ ടെലിഫോൺ ആണെങ്കിൽ പോലും, ഒരു വയേർഡ് ടെലിഫോൺ ആണെങ്കിൽ പോലും ഇങ്ങനെ വേണം ചെയ്യാൻ. മൊബൈൽ ഫോൺ ആണെങ്കിൽ റേഡിയേഷൻ എന്നുള്ളത് ഒഴിവാക്കുന്നതാണ്. ആ റേഡിയേഷൻ തൊട്ടടുത്ത ആളെ ബാധിക്കുന്നതാണ് എന്നത് മനസ്സിലാക്കണം. ഇനി അതൊരു ക്യാബിനകത്താകുമ്പോൾ, ഒരു ഇരുമ്പ് അല്ലെങ്കിൽ ലോഹം കൊണ്ടുണ്ടാക്കിയ ഒരു ഫ്രെയിം വർക്കിനകത്ത്, വിമാനം അല്ലെങ്കിൽ കാറ് അല്ലെങ്കിൽ ബസ് തുടങ്ങിയ വാഹനങ്ങളുടെ ഒരു ക്യാബിനകത്താകുന്ന സമയത്ത്
ഈ ക്യാബിൻ ലോഹം കൊണ്ടുള്ളതായത് കൊണ്ട് തന്നെ ഇതിനകത്തേക്ക് വരുന്ന റേഡിയേഷനും ഇതിന് പുറത്തേക്ക് പോകുന്ന വേവ് ഉണ്ടല്ലോ, തരംഗങ്ങളുണ്ടല്ലോ, ഈ തരംഗങ്ങളുടെ ശക്തി കുറയുന്നത് കൊണ്ട് മൊബൈൽ ഫോൺ അതിന്റെ ട്രാൻസ്മിഷൻ ഉപയോഗിക്കുന്ന വാട്ടേജ്, അതിനുപയോഗിക്കുന്ന ഊർജത്തിന്റെ അളവ് കൂട്ടും, റേഡിയേഷന്റെ അളവ് കൂട്ടും. അങ്ങനെ കൂട്ടും എന്നുള്ളത് കൊണ്ട് ഉപയോഗിക്കുന്ന നമുക്കും അടുത്തിരിക്കുന്ന ആളുകൾക്ക്, ആ ക്യാബിനകത്തിരിക്കുന്ന ആളുകൾക്കും ഒക്കെ അത് ബാധിക്കും. പ്രത്യേകിച്ചും ക്യാബിനകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേവ് അതിനകത്ത് തന്നെ തട്ടി റിഫ്ലക്ട് ചെയ്തിട്ട് പല ഭാഗങ്ങളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് പോകും. ആ സ്പ്രെഡ് ചെയ്ത് പോകുന്ന അവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളെയും ബാധിക്കുന്നതാണ്. അങ്ങനെ ബാധിക്കുന്നത് ഒഴിവാക്കാനായിട്ട് ചില വികസിത രാജ്യങ്ങളിൽ, ചില വികസിതമായിട്ടുള്ള കമ്മ്യൂണിറ്റികൾ അത്തരം യാത്രകളിൽ ഫോൺ വിളിക്കുന്നത് അനുചിതമായി കൊണ്ടു നടക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് എന്റെ തെളിവൊന്നുമില്ല തരാൻ, ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. ഇത് ഇത്തരം കൺവെർസേഷൻസ് ചില അന്താരാഷ്ട്ര വ്യക്തിത്വങ്ങളുമായിട്ട് നടത്തിയപ്പോൾ അവർ പറഞ്ഞു കേട്ടതാണ്. ഞാൻ അങ്ങനെയുള്ളത് കണ്ടിട്ടില്ല. കാരണം ഞാൻ ചെല്ലുന്നിടത്തെല്ലാം തന്നെ ഇങ്ങനെയാണ് ആളുകൾ പെരുമാറുക. ഞാൻ ഇന്ത്യക്കകത്തും നേപ്പാളിലുമാണ് പരമാവധി പോയിട്ടുള്ളത്. ഇവിടെ മുഴുവൻ ആളുകളും ഇരിക്കുന്ന സ്ഥലം എന്തെന്ന് നോക്കാതെ പെരുമാറുകയാണ് പതിവ്. അപ്പോ നമ്മളൊരു ക്യാബിനകത്ത് ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഈ റേഡിയേഷൻ എന്നുള്ള സംഭവം ഉണ്ടാകുമെന്നുള്ളത് തന്നെയും കൂടെ ഇരിക്കുന്നവരും ബാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ അത് ഒഴിവാക്കുകയാണ് വേണ്ടത്. ക്യാബിനകത്ത് വെച്ച് മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്, ഒട്ടും ഉപയോഗിക്കരുതെന്നല്ല. അതൊരു പേജർ പോലെ നമുക്കൊരു ഇൻഫർമേഷൻ തരാനുള്ള ഒരു കാര്യം പോലെ നമുക്കത് എടുത്തിട്ട് എന്താണ്, എവിടെയാണ് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് ഞാൻ സംവദിക്കാമെന്ന് പറഞ്ഞു നിർത്തുക. അത്രയും ചെയ്യാവുന്ന മാന്യത എന്ന് വെച്ചാൽ നമ്മൾ വിളിക്കുന്ന ആളോട് അനുചിതമായി പെരുമാറേണ്ട കാര്യമില്ല. വിളിക്കുന്ന ആളെ നമുക്ക് സ്വീകരിക്കാം. ആ സ്വീകരിച്ചിട്ട് നമുക്ക് അവരോട് പറയാം ഇതാണ് കാര്യമെന്ന് പറയാം, നിർത്താം. അതല്ലാതെ അതിനകത്ത് ഉപയോഗിക്കരുത്. ഇപ്പോ കാറിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ കാറിൽ കയറുന്ന ആളുകളോട് തുടക്കത്തിൽ കയറുന്ന സമയത്ത് തന്നെ മൊബൈൽ ഫോൺ വിളിക്കരുത്, മൊബൈൽ ഫോൺ ഉപയോഗിക്കരുതെന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് അത് പറയാറില്ല. പക്ഷെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിർത്തണം എന്ന് ചോദിക്കും. അല്ല, നടന്നോട്ടെ എന്ന് യാത്ര തുടർന്നോട്ടെ എന്ന് അവർ പറയുന്ന സമയത്ത് ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്, അത് കഴിഞ്ഞാൽ നമുക്ക് നിർത്തണേ എന്ന് ഞാൻ പറയും. അത് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കത് അറിയില്ല. അങ്ങനെ ഒരു സംസ്കാരത്തെ കുറിച്ച് അവർക്ക് അറിയില്ല. ഇത് ഉപേക്ഷിക്കേണ്ടതാണെന്നുള്ളത് അറിയില്ല. ഇതൊന്നും അല്ലെങ്കിൽ തന്നെ ഇതൊരു ദീർഘദൂര യാത്രയാണ്. ഒരു മൊബൈൽ ഫോൺ കോൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ പ്രൈവസിയിൽ ഇരുന്ന് ഈ ആൾക്കൂട്ടത്തിൽ സംസാരിക്കുക എന്നുള്ളത് ഒട്ടും ഉചിതമല്ല. നമുക്കാണെങ്കിലും ശരി, നമ്മൾ കൂട്ടമായിട്ട് എല്ലാവരും കൂടെ സംവദിക്കുന്ന യാത്രകളുണ്ട് അല്ലെ. ചിലപ്പോൾ ഒരു കോള് വന്നു, ആ കോള് വന്നു കഴിഞ്ഞാൽ ആ ക്യാബിനകത്തുള്ള മുഴുവൻ ആളുകളും അവരുമായിട്ട് സംവദിക്കുന്നത്. അങ്ങനെയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഒരു 2 മിനിറ്റോ 3 മിനിറ്റോ 5 മിനിറ്റോ ഒക്കെ അത് നീണ്ടുപോയി എന്ന് വരും. അങ്ങനെ വരാറുണ്ട്, എന്റെ യാത്രയിൽ അങ്ങനെ വരാറുണ്ട്. പക്ഷെ അതുപോലും നമ്മൾ നീട്ടിക്കൊണ്ടു പോകാറില്ല. പലപ്പോഴും ഈ കാറിനകത്ത് ഇരുന്ന് സംവദിക്കുന്ന ആളുകൾ ചുറ്റുമുള്ള ആളുകളെ പരിഗണിക്കാതെയാണ് അത് ചെയ്യുന്നത് എന്നത് ഓർക്കേണ്ടതുണ്ട്. അപ്പോ മുമ്പിൽ ഒരാൾ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് അയാളെ ഉപേക്ഷിച്ചുകൊണ്ട്, നമ്മുടെ ദൗത്യങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട്, നമ്മുടെ ധർമ്മങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് ദൂരെ ഇരിക്കുന്ന ഒരു വ്യക്തി വിളിച്ചതിന്റെ വിളി വന്നു ചേർന്ന നമ്മുടെ ഉപകരണം, ആ ഉപകരണത്തോട് പ്രതികരിക്കുന്നത് ഒട്ടും ഉചിതമല്ല. ഈ ഉപകരണം രണ്ട് ഉപകരണങ്ങൾ തമ്മിൽ നെറ്റ്വർക്കിലൂടെ കണക്ട് ആയില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? അത് തന്നെ കണക്ട് ആയിരിക്കുമ്പോഴും ചെയ്താൽ മതി. വിളിക്കുന്നത് ഒഴിവാക്കാനായിട്ട്, അയാൾ ആവർത്തിച്ച് വിളിക്കുന്നത് ഒഴിവാക്കാനായിട്ട് വിളിച്ചിട്ട് ഞാൻ യാത്ര കഴിഞ്ഞ ശേഷം വിളിക്കാം, അല്ലെങ്കിൽ ഞാൻ സംവാദം കഴിഞ്ഞതിന് ശേഷം വിളിക്കാം എന്നൊരു അറിയിപ്പ് കൊടുക്കുന്നത് മാന്യതയായിരിക്കും. അത് സുരക്ഷിതത്വം കൂടെയാണ്. അപ്പം ഇത് കഴിയുന്നത് വരെ അയാൾക്ക് മനസ്സിലാവുമല്ലോ ഞാൻ ഇവിടെ ഒരു കാര്യത്തിലാണെന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് അയാൾ വിളിച്ചോളൂ, അല്ലെങ്കിൽ അയാൾ വിളിച്ചേക്കും, നമ്മൾ അങ്ങോട്ടേക്ക് വിളിക്കും. അപ്പൊ ഇതിനു വേണ്ടിയുള്ള ഒരു ഗ്യാപ്പിന് വേണ്ടി ഈ കാര്യം പറയുന്നത് നല്ലതാണ്. പിന്നെ ഇത്തരം കൺവെർസേഷനിൽ കയറാൻ പോകുന്ന സമയത്ത് പലരും മൊബൈൽ സൈലന്റ് ആയിട്ട് ഇടുന്നത് കാണാറുണ്ട്. സൈലന്റ് ആയിട്ട് ഇടുന്നത് കാരണം വെച്ചാൽ സൈലന്റ് ആവുന്ന സമയത്ത് അവിടെ ആ വേദിയെ ശല്യപ്പെടുത്തില്ല. പക്ഷെ വേദിയെ ശല്യപ്പെടുത്തിയിട്ടില്ലെങ്കിലും കോള് വന്നാൽ അറിയും. അതിനു വേണ്ടിയിട്ട് സത്യത്തിൽ അതും അപകടം തന്നെയാണ്. അവർ ആവർത്തിച്ച് വിളിക്കുന്നുണ്ടെങ്കിൽ ഈ കോള് വരുന്ന അത്രയും സമയം ഇതിന്റെ ആ കോളിംഗിന്റെ സമയത്തുള്ള റേഡിയേഷൻ ഇങ്ങനെ നമ്മളെ ആ പരിസരത്ത് വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഉപേക്ഷിക്കേണ്ട ഒരു അവസ്ഥയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ക്യാമ്പുകളിലൊക്കെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാനാണ് ആവശ്യപ്പെടുക. സ്വിച്ച് ഓഫ് ചെയ്യാൻ, അതിന് പകരം ഫ്ലൈറ്റ് മോഡിൽ ഇടാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്തിനാണ് ഫ്ലൈറ്റ് മോഡ് എന്നുള്ള ഒരു സംവിധാനം അതിനകത്ത് വെച്ചിട്ടുള്ളത്? ഫ്ലൈറ്റിൽ ഇത് അനുവദനീയമല്ല എന്നുള്ളത് കൊണ്ടാണ്, അത് അപകടമുണ്ടാക്കും എന്നുള്ളത് കൊണ്ടാണ്.
അപ്പോൾ അങ്ങനെ അപകടം ഉണ്ടാക്കുന്ന ആ ഒരു കാര്യത്തെ ഉപേക്ഷിച്ച് വെച്ച് അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കി വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രക്രിയയിലൂടെ മുൻപോട്ട് പോകും. അത് കഴിഞ്ഞിട്ട് ഓൺ ചെയ്ത് വെളിയിൽ പോയിട്ട് ചെയ്യല്ല. നമ്മുടെ ക്യാമ്പുകളിൽ പലപ്പോഴും അല്ല ക്യാമ്പുകളിൽ നമ്മൾ അനുവർത്തിക്കുന്ന നിയമം ഇതാണ്. വരുന്ന സമയത്ത് മൊബൈൽ ഫോൺ ടേൺ ഓഫ് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ ഈ ഫ്ലൈറ്റ് മോഡിലേക്ക് ഇടാൻ പറയും. നിങ്ങൾ ഫോൺ വിളിക്കേണ്ടുന്ന ഒരു സമയമുണ്ട്, അത് നമ്മളെ വിശ്രമ സമയമുണ്ട്. ഈ സമയത്ത് മുറ്റത്തേക്ക് ഇറങ്ങുക. മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നിങ്ങൾ ഓൺ ചെയ്തിട്ട് വിളിക്കുകയും ഒക്കെ ചെയ്തിട്ട് വരിക. അതിനുശേഷം അതിന് പോലും ഒരു സമയം വയ്ക്കുക. ഇവിടെ നമ്മൾ ഗുരുകുലത്തിലും പാലിക്കുന്ന നിയമം അതാണ്. നമ്മൾ ഫോൺ വന്നിട്ടുണ്ടെങ്കിൽ ഫോണും എടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങുക. നിങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തീർത്തതിന് ശേഷം തിരിച്ചു കയറുക. അല്ലാതെ നമ്മളിപ്പോ ഇരിക്കുന്നിടത്ത് നമുക്കൊരു കോൾ വന്നു കഴിഞ്ഞാൽ ക്യാബിനിലെ പോലെ തന്നെ നമുക്ക് ആ കാര്യത്തോട് കൃത്യമായിട്ട് ഒരു ഉത്തരം ആ നിമിഷം നമ്മൾ പറഞ്ഞിട്ട് ഞാൻ ഇത് കഴിഞ്ഞിട്ട് വിളിക്കാം, ഞാൻ തിരക്കിലാണെന്നുള്ള കാര്യം പറഞ്ഞ ശേഷം വെക്കുക. അതല്ല, കൂടുതൽ സംസാരിക്കണോ, വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുക, മുറ്റത്തേക്ക് ഇറങ്ങുക, എന്നിട്ട് കാര്യങ്ങൾ സംസാരിക്കുക. അതും നീണ്ടുപോകാതിരിക്കുക. അപ്പോ ഈ ദൂരഭാഷി എന്ന് പറയുന്ന ഉപകരണം നമ്മുടെ ജീവിതത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു എന്താ പറയുക ഗതികം തന്നെയായി മാറി കഴിഞ്ഞിരിക്കുന്ന ഒരു കാലത്ത് നാം പാലിക്കേണ്ടുന്ന മിനിമം മര്യാദകളാണിതല്ല. ഇത് നമ്മളോട് ഞാൻ ഇതിന്റെ റേഡിയേഷനെ പരിഗണിക്കുന്നില്ല, ഞാൻ യന്ത്രത്തെ കേടിനെ പരിഗണിക്കുന്നില്ല എന്നൊക്കെ നിങ്ങൾക്ക് വിശ്വസിക്കാം. പക്ഷെ നിങ്ങൾക്ക് സാമൂഹ്യമായിട്ട് ഉത്തരവാദിത്തമുണ്ട്. സമൂഹത്തിലെ മറ്റു വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തെ, മറ്റു വ്യക്തികളുടെ ശുദ്ധിയുള്ള അവസ്ഥയെ ഒന്നും നിരാകരിക്കാൻ, അതിനെ ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ബാധിക്കുന്ന രീതിയിൽ പെരുമാറാനുള്ള അവകാശം നിങ്ങൾക്കില്ല. അതുകൊണ്ട് തന്നെ സൂക്ഷിക്കുക. ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്, ദൂരഭാഷി എന്ന് പറയുന്നത് ഒരു മൂന്നാം വ്യക്തി പോലുമല്ല. അതൊരു യന്ത്രം മാത്രമാണ്. അത് നമുക്ക് ആവശ്യത്തിലേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തരുന്ന ഒരു യന്ത്രമാണ്. അതിനെ ഒരു ഉപകരണം എന്നുള്ള രീതിയിൽ, നമ്മളെ സഹായിക്കാനുള്ള ഒരു ഉപകരണം എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുക. ഒരു കത്തി നമ്മൾ കഷ്ണം മുറിക്കാൻ ഉപയോഗിക്കണമല്ലോ. ഒരാളെ കൊല്ലാൻ ഉപയോഗിക്കുന്ന ഒരു കത്തിയെ നമ്മൾ കഷ്ണം മുറിച്ച് പച്ചക്കറി മുറിച്ച് തിന്നാൻ ഉപയോഗിക്കുന്നത് പോലെ ഒരു ഉപകാരമുള്ള ഉപകരണമായിട്ട് ഉപയോഗിക്കുക, അല്ലാണ്ട് ഉപദ്രവമുള്ള ഉപകരണമായിട്ട് കൊണ്ടു നടക്കാതിരിക്കുക. അതൊരു തൃതീയ പുരുഷൻ, മൂന്നാം വ്യക്തി പോലുമല്ല, ഒരു സഹായി എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പരിഗണിക്കാം. അതിനും അപ്പുറത്തേക്കുള്ള പരിഗണന മൊബൈൽ ഫോണിന് കൊടുക്കാതിരിക്കുക. ഈ ബാക്കി സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരിക്കുന്ന ആ ഒരു അവസ്ഥയ്ക്കുണ്ടല്ലോ, ഇതിനെക്കുറിച്ചൊന്നും ഞാനിവിടെ ഇടപെടുന്നേയില്ല. ഇത് നേരിട്ട് ഫോൺ വരുന്ന സമയത്തുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ഇതിനും അധികമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ബാക്കിയല്ല. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോ ശ്രദ്ധിക്കുക, ദൂരഭാഷി ഒരു തൃതീയ പുരുഷൻ പോലുമല്ല. അതിന് അതിൻ്റെതായ പരിഗണന മാത്രമേ കൊടുക്കാവൂ. ഫോൺ ഡിസേർവ് ദ ലീസ്റ്റ് പ്രയോറിറ്റി വെൻ വിത്ത് കമ്പനി. നിങ്ങൾ മറ്റൊരാളുടെ കൂടെ ആയിരിക്കുമ്പോൾ നിർബന്ധമായും അതിന് ഏറ്റവും അവസാനത്തെ പ്രയോറിറ്റി മാത്രമേ കൊടുക്കാവൂ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.